ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കൾ, അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോസ് ആയിട്ട് അതിന്റെ കോലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. അപ്പൊ ചെറുതായിട്ട് വർക്കൗട്ട് എല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ എല്ലാം രണ്ടിന്റെ വീഡിയോസ് എല്ലാം റിവ്യൂ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് രണ്ടും കമ്പനി അവകാശപ്പെടുന്നത് രണ്ടും വർക്കൗട്ടിനും റണ്ണിങ്ങിനും എല്ലാം പറ്റിയ സാധനം എന്നുള്ളതാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പൊ ഇത് JBLന്റെ 520 എന്ന് പറഞ്ഞ മോഡൽ വരുന്ന ഹെഡ്ഫോൺ ആണ്. ഇത് ബോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ Z255 ആ ഒരു വരുന്ന നെക്ക് ബാൻഡ് ആണ്. ഇത് തമ്മിലുള്ള വർക്കൗട്ടിനും റണ്ണിങ്ങിനെല്ലാം എത്രമാത്രം കംഫർട്ടബിൾ ആണെന്നുള്ളതും പിന്നെ എടുത്തു പറയേണ്ട കാര്യം രണ്ടിന്റെ സൗണ്ട് ഇട്ട് അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതിനെക്കാട്ടി കുറച്ച് ബാസും ട്രബിളെല്ലാം നിൽക്കുന്നത് ഈ ഒരു ബോട്ടിന്റെ കമ്പനിയാണ്. പക്ഷെ വർക്കൗട്ടിൽ ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ രണ്ടും നമ്മൾ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് JBLന്റെ തട്ട. JBL വെച്ചിട്ട് നമുക്ക് കുറച്ച് ജമ്പിങ്ങും ഇതെല്ലാം ചെയ്ത് നോക്കാം. രണ്ടും ഞാൻ വെക്കുന്നുണ്ട്. രണ്ടും വെച്ചിട്ട് അതിങ്ങനെ വീഴുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഏതാണ് വർക്കൗട്ടിന് കംഫർട്ടബിൾ എന്നുള്ളത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നോർമലി ജമ്പ് ചെയ്യാണ് ഞാൻ വാമപ്പിന്റെ ഭാഗമായിട്ട്. ഓക്കെ, നമ്മള് ജമ്പിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ജമ്പ് നിർത്താം. രണ്ടും പോയിട്ട് നമുക്കങ്ങനെ പറ്റുന്നില്ല. ഓക്കെ, ഇതിന്റെ ലെഫ്റ്റ് റൈറ്റ് നോക്കണമല്ലോ അല്ലേ, ഏതാണോ ഇതിങ്ങനെയാണ് വരാം. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഭവം ഉണ്ട്. ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സാധനം ഓൺ ആവും. ഇതാണ് ഇതിന്റെ കംഫർട്ടബിൾ ഭാഗത്ത്. നമ്മളിതാ ഇത് വെച്ചിട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ടില്ലേ, രണ്ട് പ്രാവശ്യം ജമ്പ് ഓടാൻ പോലും പറ്റില്ല അത്ര. പക്ഷെ വാക്കിങ്ങിന് ഏറ്റവും സൂപ്പറാണ്. നമുക്ക് ഇതാ അവിടെ വെച്ച് കണ്ടില്ലേ, ആകെ 2-3 ജമ്പ് ചെയ്യുന്നുള്ളൂ. അപ്പത്തിനും സാധനം വീണെന്നുള്ളതാണ്. നമ്മൾ അടുത്തത് ഇത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ജമ്പിങ് ജാക്ക് ചെയ്യാൻ വേണ്ടി പോകണ്ട. കണ്ടല്ലേ, ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിതാ അടുത്ത് ഇത് വെക്കാൻ വേണ്ടി പോവാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ജമ്പിങ് ജാക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി പോകട്ടോ. സെമി ജമ്പിങ് ജാക്ക് ചെയ്തപ്പോ ഒരെണ്ണം അവിടെ ഇരുന്ന് ഒരെണ്ണം വീണ്. എനിക്ക് തോന്നുന്നത് വർക്കൗട്ടിന് അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് പറ്റില്ല എന്നാണ് തോന്നുന്നത്. റണ്ണിങ്ങിനായിരുന്നുണ്ടാലും നമുക്ക് വളരെ പക്ഷെ നല്ല സൗണ്ടും ക്ലാരിറ്റി എല്ലാം ഉണ്ട്. ഈ ഒരു മോഡലിന് ഇതാണ് ഒരു പ്രത്യേകത. പക്ഷെ അതിന് 50 hours ആണ് ഇതിന് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മളെ JBLതാണെന്നുണ്ടെങ്കിൽ 57 hours ആണ് കമ്പനി അവകാശപ്പെടുന്നത്. രണ്ടും നല്ലോണം ലോങ് ടൈം മ്യൂസിക് എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ കണ്ടില്ല, ചെറുതായിട്ട് ജസ്റ്റ് ഇത് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത് നമുക്ക് നോക്കി നോക്കാം. കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ നമുക്ക് ജമ്പ് ചെയ്തിട്ട് നോക്കി നോക്കാം. ഇത് വീഴില്ല എന്നല്ല നമുക്ക് നോക്കി നോക്കാം. കണ്ടില്ല, ഇങ്ങനെയൊക്കെ ജമ്പ് ചെയ്തിട്ട് വരും. ഇതിന് കുഴപ്പമില്ല കേട്ടോ. അത് മാത്രമല്ല നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് അറിയണമെന്നില്ല, ശരിക്കും ഒരു വേദന വരെ അങ്ങനെയുള്ളതൊന്നുമില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇത്. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ജമ്പ് ചെയ്തിട്ടും ഒരു പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെ ജമ്പ് ചെയ്തിട്ടും ഇത് വീണിട്ടില്ലല്ലോ. നമുക്ക് അടുത്ത് ബോട്ടിൽ വെച്ചിട്ട് നോക്കി നോക്കാം. നമുക്കിതാ ബോട്ടിന്റെ വെച്ചിട്ടുണ്ട്. ജമ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് നോക്കി നോക്കാം. ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോക്കാം നല്ല രീതിയിൽ. ഓക്കെ, ഒരു ജമ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരിടത്തിന്റെ വീഴ്ത്തു പോന്ന് ഒരെണ്ണം വീഴാനായിട്ട് നിൽക്കുന്നത്. അതാണ് എനിക്ക് എന്താണെന്നറിയില്ല. ഇത് ഇവര്
രണ്ടും അങ്ങനെ തന്നെ വേണം. വർക്കൗട്ട് ജമ്പിങ്ങിനും ഇതിനെ പറ്റിയ സാധനങ്ങളാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷെ ഇതിൽ ഞാൻ ഒരിക്കലും കംഫർട്ടബിൾ അല്ല. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇത് നിൽക്കൂല, അത് വീണ് പോകുന്ന നമുക്ക് ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ. ഓക്കെ, ഇതങ്ങനെ ആയതുകൊണ്ട് തന്നല്ല ഞാൻ നല്ലോണം പ്രസ് വെച്ചൊന്നും വീണിട്ടില്ല കേട്ടോ. ഇത് ജാഗിനെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല അടിപൊളി നിൽക്കും സാധനം. അതല്ലേ ഇങ്ങനെ നമ്മങ്ങനെ കുനിച്ച് വെച്ചിട്ടും ഈ സാധനം വീണിട്ടില്ല എന്നുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ട് അവിടെ നിന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വീഡിയോ കണ്ടപ്പോൾ ഇതിൽ രണ്ടിലും ഏതാണ് വർക്കൗട്ടിന് നല്ലത് എന്നുള്ളത്. രണ്ടും ഒരുപാട് ടൈം പ്ലാൻ മ്യൂസിക് നിൽക്കുന്ന സാധനം തന്നെ കേട്ടോ. ഇതും 50 hours നിൽക്കുന്നുണ്ട്, ഇതും അതേപോലെ തന്നെ 50 hours പ്ലാൻ മ്യൂസിക് നിൽക്കുന്നുണ്ട്. പക്ഷെ വർക്കൗട്ടിന് ഏതാണ് നല്ലത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഞാൻ ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ രണ്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കംഫർട്ടബിൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.